ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും തോറ്റു. BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. കേജ്രിവാൾ തോൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ടല്ലേ. ആളുകൾക്ക് കേജ്രിവാളിനോട് പിന്നെ വെറുപ്പുണ്ട്, മതിപ്പില്ല, അദ്ദേഹം ജനങ്ങളുടെ നേതാവല്ലാതായി മാറിക്കഴിഞ്ഞു തുടങ്ങിയ മെസ്സേജുകൾ. കോൺഗ്രസിന്റെ വക്താവ് സുപ്രിയ ഷീനാട്ടെ പറഞ്ഞത് ആപ്പിനെ ജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നാണ്. ശരി, ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ BJP തോൽപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് പറ്റില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു താല്പര്യവുമില്ലാത്തൊരു നേതാവാണ് കേജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയും. എന്നെ ഒരു കാലത്തും ഈ പാർട്ടിയോ അതിന്റെ ഒരു നേതാക്കളും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ ഇവരിൽ ഒരു കാലത്തും ഒരു പ്രതീക്ഷ വെച്ചിട്ടില്ല. പക്ഷെ BJPക്കെതിരെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ ഐക്യപ്പെട്ടിട്ടുണ്ട് ഞാനും ആം ആദ്മിയോട്. ഒരു പ്രത്യയശാസ്ത്രവുമില്ലാത്ത ഒരു പാർട്ടിയും നേതാവുമാണ് ആം ആദ്മി എന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് യാതൊരു താല്പര്യവുമില്ലാത്തത്. പ്രത്യയശാസ്ത്രമില്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് മൃദു ഹിന്ദുത്വയിലേക്ക് ഇവർ ലയിക്കുമോ എന്ന് നമ്മൾ സംശയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തോൽവി സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ് ധ്രുവ് റാട്ടി. സ്ഥിരമായിട്ട് ആപ്പിന്റെയും കേജ്രിവാളിന്റെയും സ്തുതി പാഠകനാണ്. അങ്ങനെ സ്തുതി പാടിയത് കണ്ട് ധ്രുവിനെ കൂടി വെറുത്തു പോകുമോ ഭഗവാനെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആപ്പും കേജ്രിവാളും തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത്. പക്ഷെ തോൽവി നന്നായി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പകരം ജയിച്ചത് BJP ആണ്. എങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നുകൊണ്ട് ആപ്പിന് വേണമെങ്കിൽ ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ചില തിരുത്തലുകൾ ഈ പാർട്ടിക്കും അതിന്റെ നേതാവിനും പ്രത്യേകിച്ച് കേജ്രിവാളിന് അത്യാവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ പോയിന്റ്, ഏത് മനുഷ്യനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അതിനെ നയിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾ വേണം. കൃത്യമായ ചില സ്റ്റാൻഡുകൾ എല്ലാ വിഷയത്തിലും എടുക്കാൻ അത് ആവശ്യമാണ്. അപ്പോഴേ നമ്മൾ പോകുന്ന വഴി തെറ്റുന്നുണ്ടോ, എടുക്കുന്ന നിലപാടുകൾ തെറ്റുന്നുണ്ടോ എന്നറിയാൻ പറ്റും. എന്താണ് ഈ ആപ്പിന്റെ പ്രത്യയശാസ്ത്രം? എന്താണ്? ഹിന്ദുത്വയാണോ? അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് BJP തെരഞ്ഞെടുക്കാനാണ് എളുപ്പം. കാരണം അതാണ് വൻ ഹിന്ദുത്വ പാർട്ടി. അപ്പൊ അല്ലാതെ ആപ്പിന്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത് ആപ്പ് ഇനിയും നമ്മളെ ബോധ്യപ്പെടുത്തണം. ഇനി സൗജന്യങ്ങൾ നൽകലാണ് ആപ്പിന്റെ പ്രത്യയശാസ്ത്രമെങ്കിൽ കോൺഗ്രസിന് പറ്റും, BJPക്ക് പറ്റും. അതിന് ആപ്പ് ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമില്ല. ആപ്പിന്റെ സ്പേസ് എവിടെയാണ്, ആ പാർട്ടിയുടെ പ്രസക്തി എന്താണ് എന്ന് ആപ്പും കേജ്രിവാളും റീഡിഫൈൻ ചെയ്യണം, നമ്മളെ ബോധ്യപ്പെടുത്തണം. 2, നിലപാടുകളിലും അഭിപ്രായങ്ങളിലും നയങ്ങളിലും ഒന്നും ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയായിരുന്നു കേജ്രിവാൾ. ആദ്യം ഒരു ആക്ടിവിസ്റ്റായി സമരരംഗത്ത് വരുന്നു, സാധാരണക്കാരുടെ നേതാവാകുന്നു, സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാകുന്നു, പ്രൊഫഷണലുകളുടെ പ്രതിനിധിയാകുന്നു, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു, ലളിത ജീവിതം നയിക്കുന്നു, ഇത്തരത്തിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്നു. അണ്ണാ ഹസാരയുടെ സമരവേദിയിൽ ലോക്പാൽ ബില്ല്, വിവരാവകാശ നിയമം അങ്ങനെയൊക്കെ ചെയ്ത് അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ഫേസ് ആയി മാറി ചാനൽ ചർച്ചകളിൽ സജീവമാകുന്നു, അഴിമതിക്കെതിരെ കടുത്ത പോരാട്ടം പ്രഖ്യാപിക്കുന്നു. ആദ്യഘട്ടങ്ങളിലേക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല, ഞാൻ മത്സരിക്കില്ല തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെ പറയുന്നു. പിന്നീട് പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് വരുന്നു. അവസാനം അഴിമതി കേസിൽ ആരോപണ വിധേയനാവുമ്പോൾ സ്വന്തം ഭാര്യയെ തന്നെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നു സുനിത കേജ്രിവാൾ. ഇത്രയും അഭിപ്രായ സ്ഥിരതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ വേറെ ഉണ്ടോ സത്യത്തിൽ ഇന്ത്യയിൽ നിന്ന്? എന്താണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രം എന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പാർട്ടിയെയും നയിക്കുന്നത്? ഹനുമാൻ ചാലീസ ഒക്കെ ആണോ ഇവരെ മുന്നോട്ട് നയിക്കുന്ന സാധനം? മൂന്നാമത്തത്, കേജ്രിവാളിന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ കൊള്ളാമെന്ന് മോഹം വരുന്നു. അതിനായുള്ള നീക്കങ്ങൾ നടന്നു. ഗുജറാത്ത്, ഗോവ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ആ വഴി പോയപ്പോൾ മദ്യനയ അഴിമതി കേസ്, അറസ്റ്റ്, ജയിൽ. വല്ലാത്ത ദുരന്തമായി പോയി. 4, ഈ ശേഖർ ഗുപ്ത എഴുതിയ ലേഖനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 370, റാം മന്ദിർ, റോഹിംഗ്യ മുസ്ലിംസ്, ബംഗ്ലാദേശി ഇമിഗ്രൻസ്, ഈ വിഷയത്തിലൊക്കെ കേജ്രിവാള് BJPക്കൊപ്പമായിരുന്നു. കോൺഗ്രസിനൊപ്പം യോജിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിൽക്കും, അതേസമയം കോൺഗ്രസിന് ചിലയിടത്ത് എതിർക്കും. ഇപ്പൊ ഡൽഹിയിലെ ഇലക്ഷൻ പോലെ എതിർക്കാൻ പറ്റുമ്പോ എതിർക്കും. ഒരു ഫിലോസഫി ഇല്ല, പ്രത്യയശാസ്ത്രമില്ല, തത്വശാസ്ത്രമില്ല, തത്വവുമില്ല. ഒരു അൺഫോക്കസ്ഡ് സിനിക്കൽ പൊളിറ്റീഷ്യൻ എന്നാണ് കേജ്രിവാളിനെ കുറിച്ച് ശേഖർ ഗുപ്ത പറയുന്നത്. എനിക്കത് വളരെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ആപ്പ് തോറ്റല്ലോ. അപ്പൊ ധ്രുവ് ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ധ്രുവ് നിരന്തരം ആപ്പിനെ ജയിപ്പിക്കാൻ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നന്നായി പ്രവർത്തിക്കാൻ ആപ്പിന് കഴിഞ്ഞില്ല. കാരണം സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനവും BJP സ്തംഭിപ്പിച്ചു എന്നാണ് ധ്രുവിന്റെ പറയുന്നത്. ശരിയാണ്. വായുമലിനീകരണം, യമുന മലിനീകരണം, തറന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം, ഇതിലൊന്നും പരിഹാരം കാണാൻ കഴിയാത്തത് BJP പലതരത്തിൽ തടഞ്ഞതുകൊണ്ടെന്നാണ് ധ്രുവിന്റെ വിശദീകരണം. ശരിയായിരിക്കാം.
പക്ഷെ വാക്ക് നൽകിയാൽ അത് പാലിക്കുന്നുണ്ടോ എന്നേ ജനം നോക്കൂ. ആരാണ് കാരണമെന്ന് നോക്കില്ല. കെജ്രിവാൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി, പകുതിയും പാലിക്കാൻ കഴിഞ്ഞില്ല. ഡൽഹിയിലെ എയർ പൊല്യൂഷനൊക്കെ നിങ്ങൾ നോക്കൂ, ലോകത്ത് എവിടെ ഇല്ലാത്ത പോലത്തെ ഒരു ഭീകരമായ ഒരു കാര്യമാണ് യമുന നദിയുടെ വിഷയം. കെജ്രിവാൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് തോറ്റു. കെജ്രിവാളിന്റെ ആരാധകർ ധ്രുവ് തന്നെ പറയുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഡൽഹിയിൽ ആപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന്. പിന്നെ എന്തിനാണ് ജനങ്ങൾ ആപ്പിനെ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടത്? ഇന്നലെ ആപ്പിന് വേണ്ടി ഇന്നലെ വരെ ക്യാമ്പയിൻ ചെയ്യുന്ന ആളായ ധ്രുവാണെന്നത് പറയുന്നത് എന്നത് മറക്കരുത്. അതിന് പ്രസക്തിയുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ പലതരം വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കെജ്രിവാൾ പരാജയപ്പെട്ടു എന്നതൊരു പ്രധാനപ്പെട്ട വിലയിരുത്തലാണ്. അതുകൊണ്ട് തോറ്റു എന്ന്. തകർന്ന റോഡുകൾ, വൃത്തിയില്ലാത്ത തെരുവുകൾ, വെള്ളം കിട്ടാത്ത അവസ്ഥ, കോവിഡ് കാലത്തെ ഡൽഹിയുടെ ഭീകര ദൃശ്യങ്ങൾ. ആളുകൾക്ക് ഇത്തരം അരാജകത്വമൊന്നും ആവശ്യമില്ല. ആളുകൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ. നല്ല ഭരണാധികാരിയെ വേണം. സാധാരണക്കാരുടെ നേതാവായി ഉയർന്നു വന്ന കെജ്രിവാളിന്റെ പെരുമാറ്റത്തിലെ മാറ്റം കൂടെ നിന്ന് ആ സാധാരണക്കാരെ ഒക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. കെജ്രിവാൾ ഒരു സാധാ രാഷ്ട്രീയക്കാരനായി സാധാരണ ജനങ്ങൾക്ക് പിന്നീട് അപ്രാപ്യനായി മാറി. ആഡംബര വീട്ടിൽ താമസം, ഭാര്യയെ പിൻഗാമിയാക്കൽ, ആളുകൾക്ക് ഇതൊക്കെ ശരിക്കും അവിശ്വസനീയമായിരുന്നു. അതിനൊപ്പം കടുത്ത ഹിന്ദുത്വ പ്രകടനങ്ങൾ, അതിനൊപ്പം പ്രധാനമന്ത്രിയാകാനുള്ള നെറ്റോട്ടം, പല സ്റ്റേറ്റിലും പോയി പല പരിപാടികൾ, പലതരം ബന്ധങ്ങൾ, കുതികാൽ വെട്ട്, ആരാണ് ശത്രു ആരാണ് മിത്രമെന്ന് കെജ്രിവാളിന് പോലും അറിയാത്തൊരവസ്ഥയായി. ദേശീയ മാധ്യമങ്ങൾ തോൽവിക്ക് പറയുന്ന മറ്റു കാരണങ്ങളിൽ കോൺഗ്രസും ആപ്പും തമ്മിലുള്ള കടിപിടി ഒരു റീസണാണ്. അടിപിടി, ഭിന്നത, ബജറ്റിൽ BJP മധ്യവർഗത്തിന് സുഖിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ശീഷ് മഹൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക് വലിയ കാരണമായി എന്ന് എല്ലാവരും വിലയിരുത്തുന്ന ഒന്നാണ്. ഔദ്യോഗിക വസതി പോലും വേണ്ടെന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് സ്വന്തം ആഡംബര വസതി ഉണ്ടാക്കി താമസിച്ചതൊക്കെ BJP വലിയ ക്യാമ്പയിൻ നടത്തി. ബജറ്റ് ദിവസം നമുക്ക് ഓർമ്മയുണ്ട്, പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞൊരു പ്രസംഗം നടത്തി. അതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പേര് ആം ആദ്മി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ ആം ആദ്മി അല്ലാതായി മാറി. ആ പാർട്ടി തോറ്റു, അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പൊ തോൽവിയിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പാർട്ടി തിരിച്ചു വരട്ടെ. മൃദു ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ വക്താവായ കെജ്രിവാൾ എന്ന വ്യക്തി തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും എനിക്കതിൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. വ്യക്തികളാകരുത് പാർട്ടിയെ നയിക്കേണ്ടത് ഒരു പ്രത്യയശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെയുള്ള പാർട്ടികളാകണം ജനങ്ങളെ നയിക്കേണ്ടത്.